ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പഠന പരമ്പരയുടെ 15ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ വിചിന്തനം നടത്തുന്നത് ദരിദ്രരിലെ പ്രത്യാശയെക്കുറിച്ചാണ് നമ്മൾ കാണുക. ഒരു നിസ്സംഗതയ്ക്കെതിരായുള്ള വെല്ലുവിളിയാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണുക. ദാരിദ്ര്യത്തിൻ്റെ നിഴലിൽ കഴിയുന്നവരെക്കുറിച്ചുള്ള ചിന്തകളാണ് നൽകുന്നത്. ക്ലാസ് ആരംഭിക്കുക തന്നെ നമുക്ക് ലോകമെമ്പാടുമുള്ള കോടാനുകോടി ദരിദ്രരായ നമ്മുടെ സഹോദരന്മാരെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഒരു പ്രധാന അഭ്യർത്ഥനയായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം ഇതാണ്: ജീവിതത്തിൽ അവശ്യ വസ്തുക്കൾ മിക്കപ്പോഴും ലഭ്യമാക്കാത്ത ഈ ദരിദ്രർക്ക് പ്രത്യാശ പ്രദാനം ചെയ്യാൻ നാം ഹൃദയംഗമായി നമ്മോട് അഭ്യർത്ഥിക്കുകയാണ്. ആവശ്യ വസ്തുക്കൾ പോലും മിക്കപ്പോഴും ലഭ്യമാകാത്ത ധാരാളം ദരിദ്രർ നമ്മുടെ അടുത്തുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ജീവിക്കുന്നവർ, അവരേക്കാണ് അവശ്യ വസ്തുക്കൾ എന്ന് പറയുക. അതുപോലുമില്ലാതെ വെല്ലുവിളി അനുഭവിക്കുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ പുതിയ രൂപങ്ങളാണ്. അത് ശീലമായി തഴക്കമായി വളർന്നു പോകുന്ന ഒരു ശൈലിയായി നമ്മൾ കാണരുത്. നമ്മുടെ കൂടെ എപ്പോഴും ദരിദ്രരുണ്ട്. അത് അവരുടെ ജീവിതക്രമം കൊണ്ട് സംഭവിച്ചതാണ്, ഞാൻ അധ്വാനിച്ചത് കൊണ്ടാണ് എനിക്ക് ലഭിച്ചത് എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലൊരു എളുപ്പമായ രീതിയിൽ നമ്മളതിനെ മാറ്റിവിടാറുണ്ട്. അതിനാണ് പരിശുദ്ധ പിതാവ് ഇവിടെ ഒരു നിസ്സംഗത എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ നമ്മുടെ ചുറ്റുവട്ടം ഉണ്ട് എന്നും മനസ്സിലാക്കിയിട്ടും അവരെ സഹായിക്കാതെ നമ്മുടെ കണ്ണുകളിൽ അവരോടുള്ള സ്നേഹം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിച്ചെടുക്കുന്ന ചില ചിന്തകൾക്കാണ് ഇവിടെ നിസ്സംഗത എന്നതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അത് പാടില്ല എന്നാണ് പറയുക. ദാരിദ്ര്യത്തിൻ്റെ നാടകീയമായ സാഹചര്യത്തിന് മേൽ നാം കണ്ണടയ്ക്കാതെ അതിനെ നേരിടേണ്ട ഒരു പ്രാധാന്യമാണ് ഇന്ന് പ്രത്യേകമായി നമ്മൾ ചിന്താവിഷയമാക്കുക. അതിൻ്റെ ഒരു നാടകീയ വശമെന്ന് പിതാവിടെ സൂചിപ്പിച്ചിട്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ദരിദ്രർ അങ്ങെവിടെയോ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലുള്ളവരോ അല്ലെങ്കിൽ മറുരാജ്യത്ത് ഉള്ളവരെക്കുറിച്ചല്ല, നമുക്ക് ചുറ്റും തന്നെ ഈ ദരിദ്രർ ഉണ്ട് എന്നാണ് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുക. നമുക്ക് ചുറ്റും അവരെയുണ്ട്. ആരെയാണ് നാം കണ്ടുമുട്ടുന്നത്? ഓരോ ദിവസവും നാം ദരിദ്രരെ അഥവാ നിർധനാവസ്ഥയിലേക്ക് പോയവരെ നാം കണ്ടുമുട്ടുന്നുണ്ട്. നമ്മുടെ അയൽപക്കത്ത് തന്നെ അവരുണ്ടാകും. അവരുടെ അവസ്ഥ മിക്കപ്പോഴും അവർ ഭവനരഹിതരോ വേണ്ടത്ര ഭക്ഷണമില്ലാത്തവരോ ആണ് എന്നുള്ളതാണ്. നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടം ഇതുപോലെയുള്ളവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ അവസ്ഥ മിക്കപ്പോഴും ഭവനരഹിതരായിരിക്കും, അല്ലെങ്കിൽ വേണ്ടത്ര ഭക്ഷണമില്ലാത്തവരായിരിക്കും എന്നുള്ളതാണ്. ദിലക്സിത്തേയിൽ ഇതോ പറയുന്ന പ്രധാനപ്പെട്ട ഈ ദരിദ്രരെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ് പറയുക: നമ്മൾ അന്വേഷിച്ച് ഇറങ്ങിയാൽ ഓരോ നിമിഷവും നമുക്ക് ഓരോ ലാസറിനെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. നമ്മൾ അന്വേഷിച്ചിറങ്ങുന്നില്ല എങ്കിൽ ഓരോ ദിവസവും ഒരു ലാസറെങ്കിലും നിൻ്റെ വീട് പടിക്കൽ വന്നെത്തും എന്നാണ് പറയുക. അതായത് നമുക്ക് ചുറ്റുവട്ടം ഈ ദരിദ്രരായവരുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാണ്. നമ്മുടെ നിസ്സംഗത മൂലം നമ്മളവരെ അവഗണിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടമുള്ള ഭക്ഷണമില്ലാത്തവരെയോ ഭവനരഹിതരോ ആയവരെ നമ്മൾ കണ്ടെത്തി ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് പലപ്പോഴും ധാരാളം പേരുടെ ഭാഗത്തുനിന്നും ഒരു ഒറ്റപ്പെടുത്തലും നിസ്സംഗതയുമാണ് അവർ അനുഭവിക്കുക. പക്ഷേ
ഈ നിസ്സംഗത നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മൾ കാണിക്കാൻ പാടില്ല. അതിന് കാരണമായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യം ഇതാണ്: ഈ നിസ്സംഗതയാണ് ദാരിദ്ര്യത്തെ നിലനിർത്തുന്നതിന് കാരണമായി തീരുക. നമ്മുടെ ചുറ്റുവട്ടം ഭവനരഹിതരും ഭക്ഷണമില്ലാത്തവരുമായിട്ട് ഉള്ളവരുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും സമൂഹത്തിൻ്റെ ഒരു പൊതുവായൊരു പ്രതികരണമെന്ന് പറയുന്നത് അവരുടെ ഭാഗത്ത് ഒരു ഒറ്റപ്പെടുത്തൽ നടത്തുന്നു, നിസ്സംഗതയോടുകൂടി ഇവരെയൊക്കെ കാണുന്നു. ഈ നിസ്സംഗത മാത്രമാണ് അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ നിലനിർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെറ്റെന്ന് പറയുന്നത് നിസ്സംഗതയാണ് എന്ന് പറയുകയാണ്. അതുപോലെ വിഭവങ്ങളും മുൻഗണനകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് അത് കൈവശം വയ്ക്കുന്നതിലും അനുഭവിക്കുന്നതുമൊക്കെ ഒത്തിരി വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പിതാവ് സൂചിപ്പിക്കുകയാണ്. വിഭവങ്ങളുടെ സമൃദ്ധിയുണ്ട്, ദാരിദ്ര്യ നിലനിൽപ്പുമുണ്ട്. ഇവ തമ്മിലുള്ള വൈരുദ്ധ്യം ഭയങ്കരമാണ്. നാം ജീവിക്കുന്നത് വളരെയധികം വിഭവങ്ങൾ കൈവശമുള്ള ഒരു ലോകത്താണ്. പക്ഷേ ചെലവഴിക്കുന്നത് ആയുധോൽപാദനത്തിന് വളരെയേറെ ചെലവഴിക്കാൻ ലോകം തയ്യാറാകുമ്പോൾ കോടാനുകോടി മനുഷ്യർ ദരിദ്രരായി തുടരുകയാണ്. ഒരു രാജ്യത്തുള്ള ജനസംഖ്യയുടെ 10-100 ഇരട്ടി കോടി തുകയാണ് അവിടെ ആയുധ ഉൽപാദനത്തിന് വേണ്ടി ചെലവഴിക്കാൻ ലോകം തയ്യാറാകുന്നത്. അവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി വേദനിക്കുന്ന ധാരാളം ദരിദ്ര രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. ദരിദ്രർ അന്തർദേശീയ ചർച്ചകളിൽ പരാമർശിക്കാറുണ്ടെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് വെറും ഉപരിപ്ലവമായിട്ട് മാത്രമേ കാണാറുള്ളൂ. അതിനൊരു ഇറങ്ങിച്ചില്ലില്ല, അവരുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചില്ലില്ല. അതെല്ലാം പേപ്പറുകളിലൂടെ ഒരു ഉപരിപ്ലവമായ ചർച്ചകളിലേക്കത് മാറിപ്പോവുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ ഒരു പുനർവിചിന്തനമായി അല്ലെങ്കിൽ ഉപരിതല സ്പർശിയായി കൂട്ടിച്ചേർക്കപ്പെടുന്നൊരു ചോദ്യമായി മാത്രം അവതരിപ്പിക്കപ്പെടുകയാണ്. എല്ലാ വർഷവും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ, ദരിദ്രരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതിദരിദ്രരില്ലാത്ത രാജ്യം അല്ലെങ്കിൽ അതിദരിദ്രരില്ലാത്ത ദേശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ചുറ്റുവട്ടം നോക്കിയാലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ജീവിക്കുന്നത് നമ്മൾ കാണാനായിട്ട് സാധിക്കും. അവർ കുറ്റപ്പെടുത്തേണ്ടവരല്ല, അവർ ശരിക്കും ഇരകൾ തന്നെയാണ്. ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു സത്യവതാണ്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല, അവർ ശരിക്കും ഇരകളാണ്. എല്ലാം പറഞ്ഞും ചെയ്തും കഴിയുമ്പോൾ ദരിദ്ര കൂമ്പാരത്തിൻ്റെ ഏറ്റവും അടിയിൽ തന്നെ കഴിയും. എല്ലാ പറച്ചിലും ഉണ്ടാവും, എല്ലാ വിധത്തിലുള്ള പ്രോജക്റ്റുകളും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഏറ്റവും അവസാനം എത്തുമ്പോൾ ഈ ദരിദ്രർ എപ്പോഴും ഏറ്റവും അടിയിൽ തന്നെ കഴിയും. അവരുടെ ഉന്നമനത്തിനു വേണ്ടിയാണ് പല പദ്ധതികൾ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അവസാനം അതിൻ്റെ ഒരു സമാപനത്തിലേക്ക് എത്തുമ്പോൾ ആ ദരിദ്രരെന്നും ദരിദ്രരായി തന്നെ കഴിയുകയാണ് ചെയ്യുക. ആ ഒരു വലിയ സത്യം മറക്കാതിരിക്കണം എന്നുള്ള കാര്യം എപ്പോഴും പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദരിദ്രരാണ് മിക്കവാറും ഇരകളായിരിക്കുന്നത്. അവരെ അല്ല അതുകൊണ്ട് കുറ്റപ്പെടുത്തേണ്ടത്. പ്രത്യാശയുടെ സന്ദേശം വ്യക്തമായിട്ട് എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാമൂഹ്യ നീതിയുടെ പരാജയമെന്നാണ് പറയുക. അവരുടെ പരാജയമല്ല. ഈ അടിച്ചമർത്തപ്പെട്ട ഒരവസ്ഥ മാറ്റിയെടുക്കാൻ നാം ഓരോരുത്തരും ഉത്തരവാദിത്വബോധം കാണിക്കണം. ദാരിദ്ര്യം എന്നതൊരു വ്യക്തിഗത പരാജയമല്ല, മറിച്ചൊരു സാമൂഹ്യ നീതിയുടെ പരാജയമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു ഉപസംഗ്രഹം അല്ലെങ്കിൽ ഉപസംഹാരം എന്ന് നമുക്ക് പറഞ്ഞാൽ, ചെയ്യേണ്ട കാര്യം നിസ്സംഗത വെടിഞ്ഞ് നമ്മുടെ അയൽപക്കത്തും ലോകത്തുമുള്ള ദരിദ്രർക്ക് പ്രത്യാശയുടെ അടയാളം നൽകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. നമുക്ക് ദരിദ്രരെ വെറും ഉപരിപ്ലവമായ വാക്കുകളിലൂടെ അവരെ കാണാതെ സാമൂഹ്യ നീതിയുടെ കേന്ദ്രബിന്ദുവായി കണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായി സാധിക്കണം. അതോടൊപ്പം തന്നെ ആ പ്രവൃത്തിയുടെ അവസാനം ആ ദരിദ്രരായി തന്നെ നിലനിർത്താതെ അവർക്ക് വളർച്ചയുണ്ടാവാൻ പാകത്തിന്
ദാരിദ്ര്യത്തിൽ നിന്നൊരു കരകയറ്റമുണ്ടാകാൻ പാകത്തിന് ആ പ്രവർത്തികൾ കാരണഭൂതമാകണം. ഞാൻ ദാരിദ്ര്യവൽക്കരണത്തിൻ്റെ പുതിയ രൂപങ്ങളോട് നിസ്സംഗത കാണിക്കില്ല. ദാരിദ്ര്യത്തിൻ്റെ ഇരകൾക്ക് പ്രത്യാശ നൽകാൻ ഞാൻ എൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെ തീരുമാനമെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. തീരുമാനമെടുത്താൽ മാത്രം പോരാ, നോമ്പുകാലത്താണ് ആ എടുത്ത തീരുമാനം പ്രാവർത്തികമാക്കാനായിട്ട് കൂടി നമ്മൾ തയ്യാറാവുകയാണ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: നിസ്സംഗത കൈവെടിഞ്ഞ് നമ്മുടെ അയൽപക്കത്തും ലോകത്തുമുള്ള ദരിദ്രർക്ക് പ്രത്യാശയുടെ അടയാളം നൽകാൻ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു സാമൂഹ്യ നീതിയുടെ കേന്ദ്ര ബിന്ദുവായി നിന്നുകൊണ്ട് എൻ്റെ അയൽപക്കത്തുള്ളവരുടെ, എൻ്റെ കൺമുമ്പിൽ വരുന്ന ദരിദ്രരായിട്ടുള്ളവരെ, ഭവനരഹിതരായിട്ടുള്ളവരെ എനിക്കെങ്ങനെ അവർ സഹായിക്കാനായിട്ട് സാധിക്കും? ഒരു സാധാരണ രീതിയിലൊരു സഹായമല്ല. വീണ്ടും ഒരു ഈ സഹായം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഒരു ദരിദ്രരായി തന്നെ കടക്കരുത്. അല്ലാത്ത വിധത്തിൽ സമൂഹത്തിൻ്റെ ഒരു പടി കൂടി അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ തക്ക വിധത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.